محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ആലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അമലുകളും ഇബാദത്തുകളുമൊക്കെ അവൻ്റെ അടുക്കൽ പൊരുത്തമുള്ള ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ഈ വിശുദ്ധമായ റമദാനിൽ നമ്മൾ പറയുന്നതെല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. പോരായ്മകൾ അല്ലാഹു പരിഹരിച്ചു നൽകട്ടെ. അവസാനം റമദാന് കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി മുഴുവൻ ആളുകളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായി സ്വഹാബികളോട് ഉപദേശിച്ചിരുന്ന കാര്യം, സ്വഹാബികൾക്ക് നൽകിയിരുന്നൊരു പ്രധാനപ്പെട്ട ഉപദേശം അള്ളാഹുവിനോട് നിങ്ങൾ തൗബ ചെയ്യണമെന്നതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു കാര്യമുണ്ട്. മലക്കുകളെ അല്ലാഹു തആല പടച്ചിട്ടുള്ളത് ബുദ്ധിയും ശേഷിയും നൽകുന്നതോടൊപ്പം തന്നെ വൈകാരികമായ അടിമത്വം അവർക്കുണ്ടാവില്ല. അള്ളാഹു പറയുന്നത് നിർവഹിക്കാൻ മാത്രമുള്ള ഒരു ശേഷിയാണ് മലക്കുകൾക്ക് ഉണ്ടാവുകയുള്ളൂ. അവരുടെ സോഫ്റ്റ്വെയർ അങ്ങനെയാണ്. ജീവികളെ അല്ലാഹു തആല പടച്ചിട്ടുള്ളത് മറ്റു ജീവികളെ അവക്ക് വൈകാരിക താല്പര്യങ്ങളുണ്ട്, പക്ഷെ ബുദ്ധിയും വിവേചന ശേഷിയും ഉണ്ടാവില്ല. മനുഷ്യനെ അള്ളാഹു പടച്ചിട്ടുള്ളത്, മഹാനായ അലി റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, മനുഷ്യന് ഇത് രണ്ടും അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. ഒന്ന് വൈകാരികമായ ശേഷിയും കൊടുത്തിട്ടുണ്ട്, അതുപോലെ വൈകാരികമായ ശേഷിയോടൊപ്പം തന്നെ ബുദ്ധിയും വിവേചന ശേഷിയും അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. മലക്കുകൾക്ക് കൊടുക്കുന്ന കാര്യവും കൊടുത്തിട്ടുണ്ട്, മൃഗങ്ങൾക്ക് മറ്റു ജീവികൾക്കുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി സമ്മിശ്രമായിട്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് അല്ലാഹു തആല നിയോഗിക്കുമ്പോൾ അള്ളാഹുവിന് അറിയാം 100% അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല എന്നത് അള്ളാഹുവിന് അറിയുന്ന കാര്യമാണ്. അത് അള്ളാഹുവിന് തീർപ്പുള്ള കാര്യമാണ്, ഉറപ്പുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മാത്രമാണ് സമ്പൂർണനായ, ഒരു കുറവും പോരായ്മയും ഇല്ലാത്ത മനുഷ്യൻ എന്ന് ചരിത്രം പരിചയപ്പെടുത്തിയിട്ടുള്ളത്, ഇസ്ലാം പരിചയപ്പെടുത്തി. വേറെ ഒരാൾക്കും അങ്ങനെ കഴിയില്ല. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അധ്യാപനം കാണാം. നമുക്ക് മനുഷ്യരായ ആളുകൾക്ക് ധാരാളം സ്വഭാവങ്ങളുണ്ട്. നമ്മുടെ ഏത് സ്വഭാവം എടുത്തു നോക്കിയാലും ആ സ്വഭാവമൊക്കെ നമ്മുടെ പ്രകൃതിയെ തുടർന്ന് വരുന്നതാണ്, നമ്മുടെ വൈകാരികതയിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് ക്ഷമയുണ്ട്, സഹനമുണ്ട്, കോപമുണ്ട്, നമുക്ക് രൗദ്രഭാഗമുണ്ട്, അലിവുണ്ട്, കരുണയുണ്ട്. ഇതെല്ലാം മനുഷ്യർക്കുണ്ടാകുന്നത് നമ്മുടെ വൈകാരികതയിൽ നിന്നുകൊണ്ടാണ്. വൈകാരികതയും മനുഷ്യന്റെ ബുദ്ധിയും ഒരുമിക്കുമ്പോഴാണ് ഈ പറയപ്പെട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ സ്വഭാവങ്ങൾ എണ്ണിയാൽ, സൽസ്വഭാവം എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണിയാൽ ആ സ്വഭാവങ്ങൾക്ക് അറ്റമില്ല. അനേകം സ്വഭാവങ്ങളുണ്ട്. പക്ഷേ ഏതൊരു സ്വഭാവത്തിൻ്റെയും പ്രത്യേകത ആ സ്വഭാവത്തിനൊരു വിപരീത ഫലം ഉണ്ടാകുമെന്നതാണ്. കോപമുണ്ടെങ്കിൽ ക്ഷമയുമുണ്ടവിടെ, സഹനമുണ്ടെങ്കിൽ വിട്ടുവീഴ്ചയുമുണ്ടവിടെ, സ്നേഹമുണ്ടെങ്കിൽ വെറുപ്പുമുണ്ടവിടെ. ഇത് രണ്ടും ഉണ്ടാകും. ഇത് രണ്ടിനെയും മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് മനുഷ്യർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ചുമതല. നിങ്ങൾ തീരെ കോപിക്കാത്ത ഷണ്ടന്മാരായി മാറണമെന്ന് അള്ളാഹുവിന്റെ ദീൻ പറയുന്നില്ല. നിങ്ങൾ കോപിക്കണമെന്ന് പറയുന്നുണ്ട്. സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും. സ്വഹാബത്തിന്റെ പ്രത്യേകത ഏതാണ്? മുഅ്മിനീങ്ങളായ ആളുകൾക്കിടയിൽ അവർക്ക് പരസ്പരം ഭയങ്കര അലിവാണ്, റഹ്മത്താണ്, കരുണയാണ്. അശിദ്ദാഉ അലൽ കുഫാർ, കാഫിരീങ്ങളോടാണെങ്കിലോ കഠിനമായ ദേഷ്യവുമാണ്. ശത്രുക്കളോട് ശത്രുക്കളായി കണക്കാക്കേണ്ട ആളുകളോട് തികഞ്ഞ ശത്രുതയുണ്ടാകണം എന്ന് തന്നെയാണ് ഇസ്ലാം. അങ്ങനെ ഉണ്ടായിരിക്കണം.
അനേകം ആളുകളെ മരണത്തിൽ നിന്ന്, അവരെ കൊല്ലപ്പെടുന്നതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ച് കൊലപ്പെടുത്തി, നബി തങ്ങളുടെ മുഖം ചുവന്നു നിൽക്കുന്ന അവസ്ഥയിൽ കൊലപ്പെടുത്തിയ ചരിത്രവും താരീഖിൽ കാണാം. 9ഓളം വരുന്ന ശത്രുക്കളെ കൊലപ്പെടുത്തിയിട്ട് ഒരു കുഴിയിൽ കുഴിച്ചിട്ട് മൂടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ സാക്ഷിയാണ്. എല്ലായിടത്തും അലിവിലും താഴ്മയിലും വിനയത്തിലും നിൽക്കുക എന്നതല്ല, എല്ലായിടത്തും അങ്ങനെയല്ല. ഇത് രണ്ടും ഉണ്ടാകണം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വഫാത്താകുന്ന സമയം വരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ ചരിത്രം എങ്ങനെയാണ്? അലിവുള്ള, വിനയമുള്ള, കരുണയുള്ള, എന്തു പറഞ്ഞാലും ഉടനെ കരഞ്ഞു പോകുന്ന സാധുവായ മനുഷ്യനാണ് അല്ലെ. സാധാരണ പറയുന്നുണ്ട്, ഓ അബൂബക്കർ തങ്ങളെ പോലെയാണ്, ഇവൻ ഉമർ തങ്ങളെ പോലെയാണെന്ന് പറയും ദേഷ്യമുള്ള ആളുകളെ പറ്റിയിട്ട്. പക്ഷെ ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ മുസ്ലിംകളായ ചില ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായി. സക്കാത്തിനെ നിഷേധിച്ചു. സക്കാത്ത് ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു. നബി തങ്ങൾ വഫാത്തായി. ഒരു ശൂന്യതയാണ് അവിടെ. ഇനി ആരാണ് ഇസ്ലാം? നബി തങ്ങൾ ജീവിച്ച 23 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം, ഒന്നാമത്തെ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊന്ന് ആലോചിക്കുക. 23 കൊല്ലം കഴിഞ്ഞിട്ടുള്ള നബി തങ്ങളില്ലാത്ത ഒരു പുലർക്കാലം ആലോചിക്കാൻ കഴിയോ സ്വഹാബത്തിന്? ഇനി എന്താകുമെന്നൊരു പ്രതീക്ഷയുമില്ല. ഇനി എങ്ങനെയാണ് ഈ ഉമ്മത്തിന്റെ ഭാവിയും നിശ്ചയമില്ല. അങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് അപ്പോഴാണ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ നേതൃത്വത്തിനെതിരെ ധിക്കാരത്തിന്റെ ഭാഷ ഉപയോഗിച്ചത്. അവിടെ മൗനം പാലിച്ചോ? ഇവിടെ യുദ്ധത്തിന് നിന്നാൽ ഉമ്മത്തിനെ ഇവിടെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഉമ്മത്ത് ഇവിടെ അനാഥമാണ്, നേതാവില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ശത്രുക്കൾ എന്ത് ചെയ്യണം? ഇസ്ലാമിൽ നിന്ന് പുറത്തേക്കുള്ള വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അവിടെ എന്ത് ചെയ്യണം? രണ്ടിന്റെയും ഇടയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന തന്ത്രജ്ഞാനിയായ ഹക്കീമിന്റെ, ആ ഹക്കീമായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ധൈര്യം ഉണരുന്നത് അവിടെയാണ്. എല്ലാവരും പറഞ്ഞു യുദ്ധം ചെയ്യണ്ട, നമ്മൾ തകർന്നു പോകുമെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ ആരുമില്ലെങ്കിലും അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ഖുഹാഫയുടെ മകൻ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുമ്പിലുണ്ടാകുമെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ, ദേഷ്യത്തോടെ, ഇസ്ലാമിന്റെ പേരിലുള്ള ദേഷ്യത്തോടെ രംഗത്ത് വരികയാണ്. ദേഷ്യം ഇസ്ലാമിലുണ്ട്. പക്ഷെ ഇത് രണ്ടിനെയും ഏത് അളവിൽ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നിടത്താണ് ഒരു മനുഷ്യന് വിജയിക്കുന്നത്. ഇത് രണ്ടിനെയും ഏതളവിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ മനുഷ്യരുടെ സ്വാഭാവിക ശേഷി കൊണ്ട് കഴിയില്ല. ഒരു മനുഷ്യനൊരു മരുഭൂമിയിൽ കൊണ്ടുപോയി നമ്മൾ വെച്ചു. അവനക്ക് മതപരമായ ഒരു അധ്യാപനവും നമ്മൾ കൊടുത്തിട്ടില്ല. ദീൻ അവനക്കറിയില്ല, സംസ്കാരം അറിയില്ല, സ്വഭാവം അറിയില്ല. അവൻ എങ്ങനെ പെരുമാറും? ശരീരം എങ്ങനെ പറയുന്നുവോ അതുപോലെ പെരുമാറും. അവന് വിശപ്പുള്ളതുവരെ ഭക്ഷണം കഴിക്കാൻ ശരീരം താല്പര്യപ്പെടുന്നവരെ ഭക്ഷണം കഴിക്കും. ഒരു ശത്രുവായിട്ടൊരു ജീവിയെ കണ്ടാൽ അവന്റെ ദേഷ്യം മാറുന്നവരെ അതിനെ കൊലപ്പെടുത്തും. ഇല്ലേ? അതിന്റെ ഉള്ളിൽ നിന്ന് മാറി നിന്റെ ദേഷ്യവും സഹനവും നിന്റെ വെറുപ്പും വിദ്വേഷവും ഒക്കെ നിയന്ത്രിക്കേണ്ട ഒന്നാണ് എന്ന ബോധ്യത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നത് പരിശുദ്ധ ഇസ്ലാമാണ്. ഇത് എളുപ്പമുള്ള കാര്യമല്ല. ഇതൊരു എളുപ്പമുള്ള പ്രവർത്തനമല്ലാത്തത് കൊണ്ടാണ് ഈ അളവ്, ഈ വേരിയേഷൻ സംഭവിക്കുമ്പോഴാണ് മനുഷ്യൻ തിന്മകളുടെ ഭാഗമാകുന്നത്. ശഹുവത്ത് വേണം, വികാരം, ലൈംഗികമായ വൈകാരികതകൾ മനുഷ്യർക്ക് വേണം. ഏത് അളവ് വരെ? തനിക്ക് അനുവദിക്കപ്പെട്ട ഭാര്യയുടെ അടുക്കൽ അവിടെ മാത്രമേ അനുവാദ്യമുള്ളൂ. തന്റെ ഭാര്യയുടെ അടുക്കൽ ലൈംഗികമായ ചോദനകളും വൈകാരികതകളും ഉണ്ടാകണം. അതേ മനസ്സും അതേ ശരീരവും അതേ ഭാവവും അതേ ചിന്തയും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അന്യ സ്ത്രീകളെ കാണുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനുഷ്യർക്ക് അവിടെ പിടിച്ചു നിർത്താനുള്ള ശേഷി ഉണ്ടാകണം. ആ ശേഷിയുടെ പേരാണ് തഖ്വ, ഈമാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുല്ലു ബനി ആദം ഖത്താ, മനുഷ്യരൊക്കെ തെറ്റ് ചെയ്യും, എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വഖൈറു ഖത്താഈന അത്തവ്വാബ്, തിന്മ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ആളുകൾ ആരാണ്? വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, തൗബ ചെയ്യുന്ന ആളുകളാണ്. ഞാനൊരു തെറ്റ് ചെയ്തു എന്ന കുറ്റബോധം ഉണ്ടാകുന്നവനാണ്. ആ തെറ്റിൽ നിന്ന് ഞാൻ മടങ്ങി എന്ന് ആത്മഗതം ചെയ്യുന്നവനാണ്. ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് തിരിച്ചു പോകില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നവനാണ്. ഈ 3 ഗുണങ്ങൾ നിരന്തരമായി മനുഷ്യരുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ്.
ഇന്ന് നമ്മൾ തൗബ ചെയ്തു, പക്ഷേ തിന്മകളിൽ നിന്ന് നമ്മൾ ഇന്ന് മോചനം നേടി. നാളത്തെ പകൽ നമ്മുടെ കയ്യിലല്ല. നാളെയും ഇബ്ലീസ് ഉണ്ട്, നാളെയും പിശാചുണ്ട്, നാളെയും നമ്മളെ നിയന്ത്രിക്കാൻ നമ്മുടെ ശരീരവുമുണ്ട്. അന്നഫ്സുൽ ലവ്വാമ, നമ്മുടെ തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുകയോ തിന്മകൾ പോകുമ്പോൾ നീ പോകരുത് എന്ന് ഗുണദോഷിക്കുകയോ ചെയ്യുന്ന ശരീരത്തിന്റെ അവസ്ഥകളുണ്ട്. ഇത് നാളെ ഉണ്ടാകും. അതുകൊണ്ട് നാളെ വൈകുന്നേരത്തിൽ വീണ്ടും ഇസ്തിഗ്ഫാർ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും 100 തവണയിലധികം ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്തിട്ടാണോ? നബി തങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമല്ലല്ലോ. പക്ഷെ എന്നിട്ടും 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യും. കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്തുകൊണ്ട് നിസ്കരിക്കും. എന്തിനാണ്? നന്ദി കാണിക്കാൻ, നമ്മളെ പഠിപ്പിക്കാൻ. തിന്മകൾ അള്ളാഹുവിന്റെ മാർഗത്തിലോട് തിന്മകൾ നമ്മൾ വർഷങ്ങൾ ചെയ്താലും 50 അല്ല 60 അല്ല 70 കൊല്ലം ചെയ്താലും ഒരൊറ്റ സെക്കൻഡ് മതി അള്ളാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കാൻ. പലപ്പോഴും ഒരുപാട് തെറ്റുകൾ. റമദാൻ തൗബയുടെ മാസമാണ്. തൗബയാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ ഘട്ടം. അവിടെയാണ് തൗബ ചെയ്ത് മടങ്ങി വന്ന ഒരു മനുഷ്യനാണ് പിന്നീട് പുതിയ മനുഷ്യനായിട്ട് വരിക. അവനക്ക് അവന്റെ ജീവിതത്തെ മാറ്റാൻ കഴിയൂ. പലപ്പോഴും നമ്മൾ തിന്മകൾ ധാരാളമായി ചെയ്യുന്ന ആളുകൾക്ക് തോന്നും, ഞാനിപ്പോൾ കുറേ തെറ്റ് ചെയ്തില്ലേ, പടച്ചവനക്ക് പിന്നെ ഇഷ്ടം ഉണ്ടാവോ, എന്നെ താല്പര്യം ഉണ്ടാവോ, എങ്ങനെ അള്ളാഹിനോട് നമ്മൾ അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. നമ്മുടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരൻ ഒരു 5-6 മാസം ആ കമ്പനിയുടെ മേധാവിയോട് ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തി കാശൊക്കെ ധാരാളമായിട്ട് അവിടുന്ന് അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞ് കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു പേടി ഉണ്ടാവും, എന്താ ഇപ്പം മൂപ്പര് പറയാൻ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകൾ തിന്മ ചെയ്യുമെന്ന് അല്ലാഹുവിനറിയാം. അവരെ കൊണ്ട് അതിന് ശേഷിയുള്ളൂ എന്നും അല്ലാഹുവിനറിയാം. പക്ഷെ അല്ലാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, നമ്മൾ തൗബ ചെയ്ത് മടങ്ങണമെന്നാണ് അല്ലാഹുവിന്റെ താല്പര്യം. പക്ഷെ നമ്മളാണെങ്കിലോ അതിന് തയ്യാറാകുന്നില്ല. അവിടെയാണ് പ്രശ്നം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, മാ അമറനല്ലാഹു അൻ നതൂബ ഇലൈഹി ഇല്ലാ ലിയതൂബ അലൈനാ. അല്ലാഹു നിങ്ങൾ തൗബ ചെയ്യൂ എന്ന് പറയുന്നത് നമുക്കൊരു ശിക്ഷയായി കൊണ്ടോ ഒരു പണിഷ്മെന്റ് ആയിട്ടോ അല്ല. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോലീസുകാർ നമ്മളോട് ശിക്ഷണങ്ങളോ നൽകാറുള്ളത് പണിഷ്മെന്റ് ആയിട്ടാണ്. അല്ലാഹു നമ്മളോട് പറയുന്നത് നിങ്ങൾ തൗബ ചെയ്യൂ, തിന്മ സംഭവിച്ചിട്ടുണ്ട്, ശരിയാണ്, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങൂ എന്ന് പറയുന്നത് അല്ലാഹു നമ്മളെ ശിക്ഷിക്കാനല്ല, അതൊരു പണിഷ്മെന്റ് അല്ല. നിങ്ങൾ അങ്ങോട്ട് തൗബ ചെയ്ത് അടുക്കുമ്പോഴേ അല്ലാഹു നിങ്ങൾക്ക് തൗബ തരാൻ കഴിയൂ. നിങ്ങൾ ഒരു ചാണങ്ങോട്ട് അടുത്താൽ ഒരു മുഴം അല്ലാഹു ഇങ്ങോട്ട് അടുക്കുമെന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വെറുതെ പറഞ്ഞതല്ല. തൗബ ചെയ്യണമെന്ന് പറഞ്ഞത് അല്ലാഹു നമുക്ക് പുറത്തു തരാൻ സന്നദ്ധനായതുകൊണ്ടാണ്. നിങ്ങൾ മാപ്പ് ചോദിക്കണമെന്ന് അല്ലാഹുവിനോട് പറഞ്ഞത്. മാപ്പ് ചോദിക്കുക എന്ന നമ്മുടെ മലയാളത്തിന്റെ ഭാഷയല്ല. നമ്മുടെ നാട്ടിൽ തെറ്റുകൾ ചെയ്ത ആളുകളോട് മാപ്പ് ചോദിക്കും. മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചോദിക്കുന്നവന്റെ ദൈന്യതയാണ്. അപ്പുറത്തെ ആളത് പുറത്തു തന്നോളന്നില്ല. മാപ്പ് ചോദിക്കൽ എൻ്റെ ഒരു കടമയാണ്, ഞാൻ ശരിയാകാൻ വേണ്ടിയാണ്. അല്ലാഹു അങ്ങനെയല്ല. നിന്റെ ദൈന്യതക്കപ്പുറത്ത് അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വാതിലും അവിടെ തുറക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്, നിങ്ങൾ ഒരു മലയോളം തിന്മയുമായിട്ട് അല്ലാഹുവിന്റെ അരികിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ കൊടുത്താൽ ആ മലയേക്കാൾ വലുപ്പമുള്ള മഗ്ഫിറത്ത് അല്ലാഹു നിങ്ങൾക്ക് ദാനമായി നൽകും. നമുക്ക് മാപ്പ് എന്ന് പറയുന്നതിൽ ഒരു നെഗറ്റീവായ അർത്ഥമുണ്ട് നമ്മുടെ ലോകത്ത്. അത് പറയുന്നവന്റെ ദൈന്യതയാണെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, മഗ്ഫിറത്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ചോദിക്കുന്നതിനനുസരിച്ച് അവിടുന്ന് ഇങ്ങോട്ടും അവന്റെ വിശാലമായ റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കുകയാണ്. ഇത് ദൈന്യതയുടേത് മാത്രമല്ല, ആർദ്രതയുടെ കരുണയുടെ കവാടം കൂടിയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ചോദിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ദീന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ, അല്ലാഹുവേ എനിക്ക് മാപ്പ് നൽകണേ, എൻ്റെ ഖേദം നീ സ്വീകരിക്കണേ അല്ലാഹ്, ഇന്നക അൻതത് തവ്വാബുർ റഹീം. നമ്മൾ ഒരു ദിവസം എത്ര തവണയാണ് നമ്മൾ പറയുന്നത്? നിസ്കാരത്തിൽ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം
അള്ളാഹുവിന്റെ മുമ്പിൽ വിനീത വിധേയനായി കുനിഞ്ഞു പോയിട്ടാണ് എഴുന്നേറ്റ് പറയുന്നത്, റബ്ബി ഗ്ഫിർലി, അള്ളാഹുവേ എനിക്ക് മാപ്പാക്കണേ അല്ലാ. അത് ഹൃദയത്തിന്റെ വാക്കായി മാറണം. നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റുകളേക്കാൾ ഹൃദയം കൊണ്ട് ദിക്റ് ചൊല്ലാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആ തൗഫീഖ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരൊറ്റ നിസ്കാരം മതി ജീവിതം മാറ്റിമറിക്കാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ റമദാനിനെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടത് തൗബയുടെ മാസമായിട്ടാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി എന്ന് പറയുന്നത് ഒരൊറ്റ വരിയാണെങ്കിലും ആ വരിയുടെ വലിപ്പത്ര എന്നറിയോ? അത് ഓരോരുത്തർക്കും ആപേക്ഷികമാണ്. മറ്റൊരാൾ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി എന്ന് പറയുന്നതിന്റെ വലിപ്പമല്ല ഞാൻ പറയുന്ന ദിക്റിന്റെ വലിപ്പം. ഞാൻ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി എന്ന് പറയുമ്പോ, അല്ലാഹുവേ പതിറ്റാണ്ടുകളായി സംഭവിച്ചു പോയ എന്റെ തെറ്റുകൾ നീ എനിക്ക് മാപ്പാക്കണേ അല്ലാ. എന്റെ തെറ്റുകളുടെ വലിപ്പമല്ല മറ്റൊരാളുടെ തെറ്റിന്റെ വലിപ്പം. ഓരോരുത്തർക്കും ആപേക്ഷികമാണ്. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് അത് കുറവായിരിക്കും. പക്ഷേ നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി, എന്റെ പാപങ്ങൾ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അതിന്റെ വലിപ്പത്രയാണ്. പതിറ്റാണ്ടുകൾ ചെയ്ത കുറ്റങ്ങൾ, ഓരോ ദിവസങ്ങളും ചെയ്ത പാപങ്ങൾ, ഓരോ സെക്കൻഡുകളിലും നിർവഹിച്ച തിന്മകൾ, അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. ആ പറയുന്ന ദിക്റിന്റെ വാചകത്തിന്റെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് തുറക്കപ്പെടണം, തുളഞ്ഞു കയറണം. ദുനൂബി എന്ന് പറയുമ്പോ ഞാൻ ചെയ്ത പാപങ്ങൾ എന്താണ്? അത് കേവലം തെറ്റുകളെന്നല്ല, ഞാൻ ചെയ്ത പാപങ്ങൾ, ഞാൻ കാണിച്ച ധിക്കാരങ്ങൾ, ഞാൻ കാണിച്ച കുറ്റങ്ങൾ, പാതകങ്ങൾ, അല്ലാഹുവേ നീ എനിക്ക് മാപ്പാക്കണേ എന്ന് പറയുന്ന വാക്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി എന്ന ഒരൊറ്റ വാക്ക് മതി ചിലപ്പോ അല്ലാഹു നമുക്ക് പുറത്തു നൽകാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഈ തൗബയിലേക്ക് നമ്മോട് മടങ്ങാനാണ്. തൗബ എന്ന് പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം തന്നെ, തൗബ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ? മടങ്ങുക എന്നതാണ്. അല്ലാഹുവിലേക്കുള്ളൊരു മടക്കാണ്. എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുക്കുമെന്നത് മാത്രമല്ല, ദോഷങ്ങളുടെ എണ്ണത്തിനനുസരിച്ചും വണ്ണത്തിനനുസരിച്ചും അല്ലാഹു പുറത്തു തരും എന്നുള്ളതാണ്. ശിർക്കല്ലാത്ത പാപങ്ങളൊക്കെ അല്ലാഹു പൊറുക്കും. അല്ലാഹുവിനോട് ധിക്കാരം ചെയ്തതല്ലാത്തതൊക്കെ അല്ലാഹു തആല പൊറുക്കും. അത് എണ്ണത്തിലും വണ്ണത്തിലും വലുതാണെങ്കിലും അല്ലാഹു പൊറുക്കും. അതിന് സന്നദ്ധമാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ട് കാര്യങ്ങളാണ് മഹാനായ അബൂ ഖുദാമൽ മഖ്ദിസി റളിയല്ലാഹു അൻഹു മഹാനവർകളുടെ ഒരു ഗ്രന്ഥമുണ്ട്, കിതാബു തൗവാബീൻ. മഹാനവർകൾ രേഖപ്പെടുത്തിയ കാര്യം, ഒരു തൗബ ചെയ്യുന്ന മനുഷ്യൻ ഉണ്ടാകേണ്ടത് രണ്ട് ക്വാളിറ്റികളാണ്. ഒന്ന് വിചാരണയാണ്. രണ്ട് വിചാരണകളുണ്ട്. ഒന്ന് തിന്മകൾ ചെയ്ത് തൗബയുടെ മുമ്പുള്ള വിചാരണയാണ്. ഞാൻ എന്നോട് നടത്തേണ്ട വിചാരണ, ഹാസിബു ഖബ്ല അൻ തുഹാസബു, നാളെ വിചാരണ ചെയ്യുന്നതിന്റെ മുമ്പേ ഇപ്പോൾ ഒരു വിചാരണ നിങ്ങൾ നടത്തണമെന്ന് പറഞ്ഞില്ലേ, ആ വിചാരണ. രണ്ട് വിചാരണകൾക്കിടയിലാണ് തൗബ എന്നതാണ്. ഒന്നാമത്തെ വിചാരണ എന്താണ്? ഞാൻ തെറ്റുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു, തെറ്റുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. തെറ്റുകൾ വരിക എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ, നമുക്ക് തെറ്റ് എന്ന വാക്കിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ പോലും നമുക്ക് പലപ്പോഴും നമ്മൾ ചെയ്ത പല കാര്യങ്ങളും തെറ്റാണെന്ന് തോന്നുന്നില്ല. ഇസ്തിഗ്ഫാഫാണ്, നിസ്സാരമായിട്ട് തോന്നുകയാണ്. അപ്പൊ നമ്മൾ പതിവായി ചെയ്ത ഹറാമുകൾ അത് നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. പതിവായിട്ട് നമ്മൾ ചെയ്ത കുറ്റങ്ങൾ, വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന പാപങ്ങൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് അനുഭവപ്പെടുകയാണ്. തിന്മ എന്ന് പറയുമ്പോൾ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളും സ്വഹാബത്തും ഒക്കെ കരുതി ചെറിയ നിസ്സാരമായ ഒരു കാര്യമാണ് അവർ തിന്മയായിട്ട് കരുതിയിരുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ പാലത്തിൽ ഒരു ദ്വാരം കണ്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഈ ദ്വാരത്തിലെങ്ങാനും ഒരു ആടിന്റെ കുളമ്പ് പെട്ടുപോയാൽ ആ ആടിന്റെ കുളമ്പതിൽ പെട്ടതിന് ഞാൻ അള്ളാഹുവിനോട് മറുപടി പറയണല്ലോ എന്ന് ആലോചിച്ചു പോയി മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതിന് കൽപ്പന കൊടുത്തു എന്നാണ്. നമ്മൾ ആലോചിക്കാത്ത കാര്യങ്ങൾ, നമുക്ക് നിസ്സാരമായി ലളിതമായിട്ട് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ, അത് സ്വാലിഹീങ്ങൾ അതിനെ വലിയ പാതകമായിട്ടാണ് കരുതിയത്. ഇപ്പൊ നമ്മൾ വാക്കിൽ 24 മണിക്കൂറിനിടയിൽ ഞാൻ എൻ്റെ വാക്കിൽ നാവ് കൊണ്ട് പറഞ്ഞ ദുനൂബുകൾ, കുറ്റങ്ങൾ, തെറ്റുകൾ എന്താണ് എന്ന് ആലോചിച്ചാൽ എണ്ണാൻ എനിക്ക് കഴിയില്ല ഒരു പക്ഷേ. എന്തുകൊണ്ട്? അതിൽ പലതും ഞാൻ തെറ്റാണ് എന്ന് ഉൾക്കൊണ്ടിട്ട് പോലുമില്ല. അതാണ് മഹാനായ ഇബ്നു ഖുദാമ തങ്ങൾ പറയുന്നത്, രണ്ട് വിചാരണകളാണ് വേണ്ടത്. ഒന്നൊരു തിന്മ സംഭവിച്ചു പോയതിന് ശേഷമുള്ള വിചാരണ, അല്ലാഹുവേ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്ന വിചാരണ.
ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നൽ എനിക്കുണ്ടെങ്കിലേ അല്ലാഹുവേ ആ ചെയ്തത് പൊറുക്കണേ എന്ന് എനിക്ക് പറയാൻ കഴിയൂ. ഞാനൊരു ഹറാമ് ചെയ്തു, ആ ഹറാമ് ചെയ്തത് ഗൗരവമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ അള്ളാഹുവിനോട് തൗബ ചോദിക്കാനുള്ള മനസ്സും എനിക്കുണ്ടാവൂല. അള്ളാഹിനോട് തൗബ ചോദിക്കണമെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം, അതിന്റെ ഗുരുതരമായ അവസ്ഥ എനിക്ക് ഉള്ളിൽ ഞാൻ ബോധ്യപ്പെടുത്തണം. നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നോട് ഞാൻ മുഹാസബ നടത്തണം. നാട്ടുകാർ വിചാരണ നടത്തുന്നതിന്റെ മുമ്പേ ഞാൻ എന്നോട് വിചാരണ നടത്തണം. മുഹാസബത്ത് വേണം. ആ വിചാരണ ഞാൻ സ്വയം നടത്തി കഴിഞ്ഞാൽ ഉടൻ മനുഷ്യന് തൗബയിലേക്കുള്ള സ്റ്റെപ്പ് കയറും. ആ തൗബയിലേക്കുള്ള സ്റ്റെപ്പ് കയറി തൗബ ചെയ്താൽ, അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ മരണം വരെ വിചാരണ ഉണ്ടാകണം. മരണം വരെ പിന്നെ അടുത്ത വിചാരണ. ഒന്നാമത്തെ വിചാരണ കഴിഞ്ഞു, തൗബയിലേക്ക് എത്തി. പിന്നെ മരണം വരെ ഞാൻ ഈ തിന്മ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ വീണ്ടും വിചാരണ ഉണ്ടാകണം. ആ വിചാരണ എന്താണ്? ആ വിചാരണ ഇനി നിന്റെ ശരീരത്തെ നീ ആ തിന്മയിലേക്ക് കൊണ്ടുപോകരുത്. ഇനി നീ ആ തിന്മയിലേക്കുള്ള ഒരു വാതിൽ തുറന്നു കൊടുത്താൽ നിന്റെ ശരീരം അതിലേക്ക് പതിച്ചു പോകുമെന്ന് നിരന്തരമായി ശരീരത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നാമത്തെ വിചാരണ തൗബയിലേക്കുള്ള വാതിലാണെങ്കിൽ, രണ്ടാമത്തെ വിചാരണ അത് തൗബ ചെയ്തതിൽ നിന്ന് പിന്നെ തിന്മയിലേക്ക് മടങ്ങാതിരിക്കാനുള്ള വിചാരണയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാൻ കഴിയണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളെ ഞാൻ എന്താണ് ചെയ്യുക എന്ന് ഓരോരുത്തരും ആലോചിച്ചു പോകട്ടെ. ഇന്നലെ ചെയ്തതിനെ കുറിച്ച് മാത്രമല്ല, നാളെ ഞാൻ എന്തു ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ആലോചനയും വിചാരണയും ഉണ്ടാകണം. ഇത് രണ്ടും മുഅ്മിനിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ചോ. അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. എല്ലാത്തിന്റെയും സൂപ്പർവിഷൻ അല്ലാഹുവിന്റെ കയ്യിലാണ്. ഇതിനൊരു സെക്കൻഡ് മതി. ഈ വിചാരണ നടത്തിയിട്ട് ഹൃദയത്തെ അല്ലാഹുവിലേക്ക് സമർപ്പിക്കാൻ ഒരൊറ്റ സെക്കൻഡ് മതി. ഒരു സെക്കൻഡ് കൊണ്ട് ഇസ്ലാമിലേക്ക് തൗബയിലേക്ക് മടങ്ങി വന്ന എത്രയോ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മഹാനവർകൾ വലിയ ഹദീസ് പണ്ഡിതനാണ്. വളരെ അറിയപ്പെട്ട തൗബ ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ശരിയായ വഴിയിലേക്ക് മടങ്ങി വന്ന ആളാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പോലെ അവിടുത്തെ സ്വഹീഹിൽ മാലിക് ഇബ്നു ദീനാറിൽ നിന്ന് ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് തൗബ ചെയ്ത് മടങ്ങിയത്? മഹാനവറുകൾ പറഞ്ഞു, ഞാനൊരു പോലീസുകാരനായിരുന്നു, പട്ടാളക്കാരനായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് മദ്യപിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ മദ്യപിക്കും. മദ്യപാനമാണ് എൻ്റെ ആസ്വാദനം. അങ്ങനെ ഞാൻ മദ്യപിച്ച് ജീവിക്കുന്നതിനിടയിൽ എനിക്കൊരു അടിമപ്പെണ്ണിനോട് മോഹം വന്നു. ഞാൻ അവളെ സ്വന്തമാക്കി. അങ്ങനെ ഞാനും അവളും തമ്മിലുള്ള ബന്ധത്തിൽ എനിക്കൊരു പെൺകുട്ടി പിറന്നു, ഒരു കൊച്ചുമോള്. കാണാൻ നല്ല ചന്തമുള്ള മോളാണ്. അങ്ങനെ എൻ്റെ മോള് എനിക്ക് വല്ലാത്ത വാത്സല്യമായിരുന്നു. എൻ്റെ പെൺകുട്ടിയെ ഞാൻ താലോലിച്ചുകൊണ്ട് ജീവിക്കുമായിരുന്നു. ഞാൻ മദ്യപിക്കാൻ വേണ്ടി എൻ്റെ മദ്യത്തിന്റെ ചഷകം ഞാൻ മുമ്പിൽ കൊണ്ടുപോയി വെച്ചാൽ എൻ്റെ മോള് വന്നിട്ട് അതിനോട് വെറുപ്പ് കാട്ടിയിട്ട് ആ മദ്യത്തിന്റെ ചഷകം മുഴുവൻ എൻ്റെ കുപ്പായത്തിലേക്ക് ഒഴിച്ചു കളയും. എൻ്റെ മകളാണ്, എനിക്ക് അവളോട് വാത്സല്യമാണ്, ഞാനൊരു വെറുപ്പും അവളോട് കാണിക്കില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ നല്ല വാത്സല്യത്തിൽ കഴിയുന്നു. എൻ്റെ മദ്യപാനം ഇങ്ങനെ വർദ്ധിക്കുന്നുമുണ്ട്. അങ്ങനെ 2.5 വയസ്സായ സമയത്താണ്, 2 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമോള് ലോകത്തോട് വിട പറഞ്ഞു പോയി. ഞാൻ അത്രമേൽ ഇഷ്ടപ്പെട്ട മകളാണ്. എൻ്റെ ജീവിതത്തിന്റെ ആസ്വാദനം മുഴുവൻ ആ മകളായി മാറിയിരുന്നു. അപ്പോഴാണ് ആ മകളെ അല്ലാഹു കൊണ്ടുപോയത്. തിന്മകളിൽ ആപതിച്ചു പോയിരുന്ന ആളുകൾ നന്നാവണമെന്ന് വിചാരിക്കുമ്പോഴേക്ക് അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ മോള് ലോകത്തോട് വിട പറഞ്ഞു പോയി. ഞാൻ ആ വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. ആ ദുഃഖത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ഒരു ദിവസം ഷഅബാൻ 15 രാത്രിയാണ്. ഷഅബാൻ 15 രാത്രിയിൽ, അന്നൊരു വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. ഞാനാണെങ്കിൽ നല്ല കള്ളിന്റെ മസ്തിലാണ്, മദ്യപിച്ച് ലക്ക് കെട്ടുപോയിട്ടുണ്ട്. ഞാൻ അന്നത്തെ ഇശാ നമസ്കാരം നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ മദ്യത്തിന്റെ ലഹരിയിൽ ഇങ്ങനെ മയങ്ങിപ്പോയി. ഞാൻ ഇങ്ങനെ കുറങ്ങിയപ്പോ ഉറക്കത്തിൽ ഞാൻ ഒരു കിനാബ് കണ്ടു. എന്താണ് കിനാബ്? അന്ത്യനാൾ കടന്നു വന്നിരിക്കുന്നു.
ഖിയാമത്ത് നാളായിരിക്കുന്നു. ഖബറുകളിൽ നിന്നും ആളുകൾ ഇതാ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെല്ലാവരെയും മഹ്ശറിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഞാൻ അവർക്കിടയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ട് എന്റെ പുറകിൽ നിന്നൊരു കാറ്റ് കൊണ്ട് ഊതുന്ന പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ നല്ല വലുപ്പമുള്ള മൃഗീയമായ അവസ്ഥയിൽ കാണുന്ന ഒരു സർപ്പമാണ്, ഒരു പാമ്പാണ്. ആ പാമ്പ് എന്നെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരികയാണ്. ഞാൻ ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പേടിച്ചൊരു സുരക്ഷിതമായ ഇടം ഒന്ന് കിട്ടണമെന്ന് കരുതിയിട്ട് ഓടുകയാണ്. ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പരിസരത്ത് ഓടുന്ന വഴിയിൽ ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ടുള്ള ശുഭ്രവസ്ത്രധാരിയായ ഒരു വൃദ്ധനിരിക്കുന്നുണ്ട്. ഞാൻ ആ വൃദ്ധനോട് പറഞ്ഞു, എന്റെ പിറകിൽ ഒരു പാമ്പ് വരുന്നുണ്ട്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. ആ വൃദ്ധൻ എന്നോട് പറഞ്ഞു, ഞാനൊരു വൃദ്ധനാണ്, എന്റെ കൈകൾക്ക് ബലമില്ല, ശരീരത്തിന് ശേഷിയില്ല, എന്നെ കൊണ്ട് കഴിയില്ല, നിങ്ങൾ അല്പം മുമ്പോട്ട് പോയിക്കോളൂ, ഒരുപക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് വല്ല വഴിയും തെളിഞ്ഞേക്കാം. ഞാൻ അങ്ങനെ മുമ്പോട്ട് പോയിട്ട് അവിടെ വലിയ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലെത്തിയപ്പോ ആരും എന്നെ സ്വീകരിക്കുന്നില്ല, എല്ലായിടത്തും തടയപ്പെടുകയാണ്. പർവ്വതങ്ങൾക്കിടയിലൂടെ ഞാൻ ഇങ്ങനെ മാറി മാറി സർപ്പത്തിൽ രക്ഷപ്പെട്ടിട്ട് അവസാനം ഈ വൃദ്ധന്റെ അരികിലേക്ക് തന്നെ മടങ്ങി വന്നു. ആ വൃദ്ധന്റെ അരികിലേക്ക് മടങ്ങി വന്നിട്ട് ആ വൃദ്ധനോട് പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് രക്ഷയുണ്ടാകുമെന്ന്, ഇപ്പോഴും സർപ്പം എന്റെ പിറകിലാണ്, ഒന്ന് രക്ഷപ്പെടുത്തുവോ? അയാൾ പറഞ്ഞു, അതാ അവിടെ ഒരു പർവ്വതം കാണുന്നില്ലേ, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയിക്കോ, അവിടെ അള്ളാഹുവിന്റെ മുസ്ലിമീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ അടിമകളായ ആളുകളുടെ സൂക്ഷിപ്പ് മുതലുകൾ അവിടെയുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി റബ്ബിന്റെ അടുക്കൽ എന്തെങ്കിലും സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും. മഹാനായ മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എൻ്റെ ഉറക്കത്തിൽ കിനാവിൽ ഞാൻ ആ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോയി. ആ മലയുടെ മുകളിലേക്ക് കയറിപ്പോയപ്പോ അവിടെ മലക്കുകളുണ്ട്. അവിടെ ഒരു റൂമിൽ ചെറിയ ഒരു കുടില് പോലെയുള്ള ഒരു ടെന്റിൽ ധാരാളം കുട്ടികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കയറി ചെല്ലുമ്പോ അവിടെയുള്ള കുട്ടികൾ പറയുന്നുണ്ട്, ശത്രുക്കൾ ഇതാ വരുന്നു, നിങ്ങൾ ആക്രമിക്കാൻ വരുന്നവരാണ്, മാറിപ്പോയിക്കോ. എന്നെ കണ്ടപാടെ കുട്ടികളൊക്കെ മാറിപ്പോകാൻ തുടങ്ങുകയാണ്. അതിന്റെ ചെറിയ വിരിയുടെ അപ്പുറത്തുകൂടെ ഞാൻ ഇങ്ങനെ പാളി നോക്കിയപ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ കണ്ടപാടെ എന്റെ മോൾ എന്റെ അരികിലേക്ക് വന്നു, എന്റെ മടിയിലേക്ക് കയറി വന്നിരുന്നു. ഞാൻ ജീവിതകാലത്ത് എങ്ങനെയാണോ എന്റെ മകളോട് വാത്സല്യം കാണിച്ചത്, അതുപോലെ എന്റെ മടിയിൽ വന്നിരുന്നു. എന്റെ തൊട്ടടുത്തേക്ക് സർപ്പം വന്നപ്പോൾ ആ സർപ്പത്തെ തന്റെ കൈ കൊണ്ട് തട്ടി മാറ്റി എന്റെ മകള്. അത് പുറകോട്ട് പോയി. എന്റെ മകളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ? മകൾ എന്നോട് പറഞ്ഞു, മുസ്ലിംകളായ കുട്ടികൾക്ക്, അള്ളാഹിന്റെ ദീനിൽ ജീവിച്ചിരുന്ന കുട്ടികൾ, അവർ മരണപ്പെട്ടതിന് ശേഷം താമസിക്കുന്ന ഇടമാണ്, അന്ത്യനാൾ വരെ അവർ ഇവിടെയായിരിക്കും ഉണ്ടാവുക, അതുകൊണ്ട് അവിടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ കുട്ടി ഉപ്പാന്റെ മടിയിലേക്ക് എങ്ങനെ കയറിയിരുന്നു. മകളോട് ചോദിച്ചു, എന്താണ് ഈ സർപ്പം എന്റെ പിറകിൽ വന്നത്? ആ സർപ്പം, ഉപ്പ, നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളാണ്, നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നിങ്ങൾ ആ കണ്ട വൃദ്ധനില്ലേ, അതാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയ നന്മകള്. ആ നന്മകളുടെ പ്രതീകമായ വൃദ്ധന് പക്ഷെ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നില്ല. മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ മകളെ ഞാൻ എന്റെ മടിയിലേക്ക് കയറ്റിയിരുത്തിയിട്ട് ആ മകൾ എന്റെ താടിയിലേക്ക് തലങ്ങും വലങ്ങും അടിക്കാൻ തുടങ്ങി. രണ്ടു ഭാഗത്തേക്കും താടിയിലേക്ക് അടിച്ചിട്ട് എന്റെ മകൾ എന്നോടൊരു ചോദ്യം ചോദിക്കുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത്, വഖാലത്ത് യാ അബതി, പൊന്നാര വാപ്പാ, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹനെ ഓർത്തുകൊണ്ട് പേടിച്ചു ജീവിക്കാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ല വാപ്പാ. അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചില്ലേ, എല്ലാ സൗകര്യങ്ങളും കിട്ടിയില്ലേ, എല്ലാ വേദനകളും നിങ്ങൾ ഈ കിനാവിൽ കണ്ടില്ലേ, എന്തിനാണ് ഇനിയും കാത്തിരിക്കുന്നത്? അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ഇനിയെങ്കിലും അല്ലാഹനെ പേടിച്ചുകൊണ്ടൊന്ന് ജീവിച്ചുകൂടെ? എന്നിട്ട് എന്റെ പൊന്നുമോൾ ഇങ്ങനെ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു മകളോട്, യാ ബുനയ്യ വഅൻതും തഅരിഫൂനൽ ഖുർആൻ, നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഖുർആനൊക്കെ അറിയാൻ കഴിയുന്നുണ്ടോ? മകൾ പറഞ്ഞു, നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാം. എന്റെ താടിയിലേക്ക് മകൾ ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, ബാപ്പാ, ഇനിയെങ്കിലും അല്ലാഹനെ പേടിച്ചുകൊണ്ട് ജീവിച്ചുകൂടെ?
ആ കിനാവ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. ആ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവാണ് ലോകം അറിയപ്പെട്ട സാഹിദായി മാറിയത്, ലോകം അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനായി മാറിയത്. എത്ര വർഷങ്ങളാണ് പാപങ്ങളിൽ മുഴുകി ജീവിച്ചത്. ഒരു കിനാവ് കൊണ്ടാണ് കനക കൊട്ടാരങ്ങൾ നേടാൻ മഹാനവറുകൾക്ക് സാധ്യമായത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബു തവ്വാബീനിൽ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ രീതിയിൽ പ്രമുഖനാണ് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഫുളൈൽ ഇബ്നു ഇയാദിന്റെ കഥ കാണാത്ത ഒരു തസവ്വുഫിന്റെ ഗ്രന്ഥവുമില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ സുഹദ്, അവിടുത്തെ പരിത്യാഗം, അവിടുത്തെ ജീവിതത്തിന്റെ സേവനങ്ങള്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച കഥകള്. ആരായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ്? മഹാനവറുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ സ്ഥിരമായി ആളുകളെ കവർച്ച ചെയ്തിരുന്ന മനുഷ്യനാണ്. യാത്രക്കാരിങ്ങനെ വരുമ്പോ ഫുളൈൽ അവിടെയുണ്ടെന്നറിഞ്ഞാൽ ആളുകൾ അതിലൂടെ പോകുമായിരുന്നില്ല. ആളുകളുടെ യാത്രാ സംഘങ്ങളെ, കച്ചവട സംഘങ്ങളെ എന്റെ കൈകരുത്തുകൊണ്ട് ഞാൻ അവരെ കീഴ്പ്പെടുത്തിയിരുന്നു, കവർച്ച നടത്തിയിരുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു പെൺകുട്ടിയോട് മോഹം വന്നു. ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഞാൻ പെൺകുട്ടിയുടെ വീടിന്റെ മതിൽ ചാടുമ്പോ ആ വീട്ടിന്റെ അകത്ത് നിന്ന് ഞാൻ കേട്ടത് ഇതേ ആയത്താണ്, അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ആസ്വദിക്കാനുള്ളതൊക്കെ ആസ്വദിച്ചില്ലേ, എല്ലാം ആനന്ദിച്ചില്ലേ, ഇനി എങ്ങോട്ടാണ്? അലം യഅ്നിലില്ലദീന ആമനു, ഈമാനുള്ളവർക്ക് സമയമായിട്ടുണ്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ. ആ ഒരായത്തിന്റെ ഖൽബിൽ തറച്ചു. ഒരു അടി എനിക്കങ്ങ് മുമ്പോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ നിന്ന് മടങ്ങി വന്നു. ഞാൻ മടങ്ങി വരുമ്പോഴുണ്ട് ഒരു യാത്രാ സംഘം അവിടെ നിൽക്കുന്നുണ്ട്. അവര് പറയാണ്, നമുക്ക് രാത്രിയാവുന്നതിന്റെ മുമ്പ് വഴിയിലൂടെ പോകണം, അല്ലെങ്കിൽ ഫുളൈൽ അവിടെ ഉണ്ടാകും. ഞാൻ ആകെ പേടിച്ചുപോയി. അല്ലാഹുവേ, ഈ ഭൂമിയിലെ മനുഷ്യന്മാർ എന്നെ പേടിച്ചുകൊണ്ട് ജീവിക്കുകയാണ്, ഞാനാണെങ്കിലോ നിന്നോട് ധിക്കാരം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആ ഒരൊറ്റ ചരിത്ര സംഭവത്തിലൂടെയാണ് തൗബയുടെ വഴി സ്വീകരിച്ചുകൊണ്ട് സുഹുദിന്റെ പരിത്യാഗത്തിന്റെ മാർഗത്തിലേക്ക് വന്നത്. തൗബയുടെ മധുരം അനുഭവിച്ചവർക്ക് പിന്നീട് ഒരിക്കലും അള്ളാഹുവിനോട് ധിക്കാരം ചെയ്യാൻ കഴിയില്ല. അള്ളാഹു മധുരം നമുക്ക് നൽകട്ടെ. നിങ്ങൾ നോക്കൂ, വർഷങ്ങൾ തെറ്റ് ചെയ്ത ആളുകളാണ്, അള്ളാഹു അവർക്ക് സെക്കൻഡ് കൊണ്ട് പുറത്തു കൊടുക്കുകയാണ്. ഖൽബിൽ ഉണ്ടാകണമെന്നേ ഉള്ളൂ. മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മാഇസ്. മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഹദീസിന്റെ കിതാബുകളിൽ. എന്താണ് മാഇസ് റളിയല്ലാഹു അൻഹു? വ്യഭിചരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, വൈഹക് വൈഹക്, പൊട്ടത്തരം പറയാതോ ഇസ്തിഗ്ഫാർ ചൊല്ലൂ, പറഞ്ഞയച്ചു. രണ്ടാമത്തെ ദിവസവും വന്നു, നബിയെ എനിക്ക് വ്യഭിചാരത്തിൽ നിന്ന് എനിക്ക് രക്ഷ വേണം, എനിക്ക് ഇസ്തിഗ്ഫാർ വേണം, മാപ്പ് വേണം. വീണ്ടും പറഞ്ഞയച്ചു. എന്ത് വൃത്തികേടാ പറയണത്, പോയി ഇസ്തിഗ്ഫാർ ചൊല്ലു. മൂന്നാമത്തെ തവണയും വന്നപ്പോഴാണ് നബി തങ്ങൾ ആ വ്യഭിചാരം ചെയ്തു എന്ന വാക്കിനെ നബി തങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ചത്. ഒരു മനുഷ്യന്റെ തിന്മയെ മറ്റൊരു റിവായത്തിൽ കാണാം, മറ്റൊരു സ്വഹാബി വന്നിട്ട് പറയാണ്, നബിയെ ശരിയാണ്, മാഇസ് വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ആ സ്വഹാബിയോട് പറയുന്നു, മനുഷ്യ, ആ മാഇസിന്റെ വ്യഭിചാരത്തിന്റെ അത് ഒന്ന് മറച്ചു വെക്കാമായിരുന്നില്ല നിനക്ക്? നീ ഒരു മറ കൊണ്ട് മറച്ചു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അന്യന്റെ തെറ്റുകൾ, അന്യന്റെ കുറ്റങ്ങൾ, അന്യന്റെ പാപങ്ങള് അയാൾ ഒരു പക്ഷേ തൗബ ചെയ്താൽ അള്ളാഹിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടും. പക്ഷേ അള്ളാഹുവിന്റെ ഇസ്ലാമിക നിയമം നടക്കുന്ന കോടതിയിൽ അയാൾ തൗബ ചെയ്താലുമില്ലെങ്കിലും അയാളെ ശിക്ഷിക്കേണ്ടി വരും. ആ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി പല വഴിയും നോക്കി നബി തങ്ങൾ. അവസാനം അത് പറഞ്ഞ സ്വഹാബിയോട് പറഞ്ഞു, എനിക്കൊന്നും ഇരുന്നുകൂടായിരുന്നില്ലേ? അത്രയും ഒരു മനുഷ്യന്റെ തിന്മയെ പരസ്യപ്പെടുത്താതിരിക്കാൻ നബി തങ്ങൾ ശ്രദ്ധിക്കുകയാണ്. അവസാനം മാഇസ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചപ്പോൾ പറഞ്ഞു, മാഇസ് റളിയല്ലാഹു അൻഹു വിവാഹിതനാണ്, എറിഞ്ഞു കൊല്ലണമെന്ന് ഉത്തരവിട്ടു. കരഞ്ഞിട്ടാണ് മാഇസ് വരുന്നത്, തൗബ ചെയ്തിട്ടാ വരുന്നത്. അല്ലാഹുവേ, ഞാൻ അള്ളാഹിന്റെ പ്രവാചകൻ എനിക്ക് മഗ്ഫിറത്ത് വേണമെന്ന് പറഞ്ഞിട്ടാ വരുന്നത്. മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു എറിഞ്ഞു കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടു. സ്വഹാബത്ത് രണ്ട് തട്ടിലായി. ഒരു കൂട്ടർ പറഞ്ഞു, മാഇസ് റളിയല്ലാഹു അൻഹു ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടല്ലോ, മാഇസിനെ പോലെ തൗബ ചെയ്ത ഒരാളെ ലോകത്ത് കാണാൻ കഴിയില്ല, ഇനി എന്തിനാ എറിഞ്ഞു കൊല്ലണത്? വേറെ ഒരാൾ പറഞ്ഞു, മാഇസ് ചെയ്ത
മാഇസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾ എറിഞ്ഞു കൊല്ലണം. രണ്ടഭിപ്രായം വന്നു. അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഥനഭാരം പേറിക്കൊണ്ടാണ് സദസ്സിലേക്ക് വന്നത്. സലാം പറഞ്ഞു, എറിയാൻ ഓർഡറിട്ടു. മാഇസ് റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷ നടപ്പാക്കി. മാഇസ് റളിയല്ലാഹു അൻഹു ശിക്ഷ നടപ്പാക്കുന്നതിന്റെ മുമ്പ് സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും മാഇസിന് പൊറുക്കാൻ വേണ്ടി ദുആരക്കണം. ശിക്ഷ നടപ്പാക്കിയ ശേഷമാണ് മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലഖദ് താബത് തൗബതൻ ലഖുസിമത് ബൈന ഉമ്മത്തിൻ ലവസിഅതുഹും. മാഇസ് ചെയ്ത തൗബയുണ്ടല്ലോ, മാഇസ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ദിവസം നബി തങ്ങൾ വന്നിട്ട് സ്വഹാബത്തിനോട് മാഇസ് റളിയല്ലാഹു അൻഹു വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാനാ പറഞ്ഞത്. കാരണം എന്തുകൊണ്ട്? മാഇസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, ലഖദ് താബ തൗബതൻ ലൗ ഖുസിമത് ബൈന ഉമ്മത്തിൻ ലവസിഅതുഹും. മാഇസിന്റെ തൗബയുണ്ടല്ലോ, ആ തൗബ ഇതാ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. വല്ലാത്തൊരു തൗബയാണ്. ലോകത്തുള്ള മുഴുവൻ തെറ്റുകാരായ പാപം ചെയ്ത മുഴുവൻ അടിമകൾക്കിടയിൽ അതിനെ വീതിച്ചാലും എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കാൻ ആ ഒരൊറ്റ തൗബ മതി. ആരാണ് മാഇസ്? വ്യഭിചാരിയായ മനുഷ്യനാണ്. പക്ഷെ വ്യഭിചാരിയായ മനുഷ്യരെ അള്ളാഹു സ്വീകരിക്കുന്ന ഖബൂലിയത്തിന്റെ സ്വഭാവമാണിത്. അള്ളാഹു സ്വീകരിക്കും. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഈ ഉമ്മത്തിന്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുക്കാൻ മാത്രമുള്ള തൗബ മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒറ്റ ഖൽബിൽ നിന്നുണ്ടായിട്ടുണ്ട്. അള്ളാഹ്ക്ക് നമ്മളോട് വെറുപ്പില്ല. അള്ളാഹു നമ്മളോട് റഊഫാണ്, റഹീമാണ്, കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്. അള്ളാഹുവിനോട് അങ്ങോട്ട് ചെന്ന് പറയണം. നമുക്ക് ആ ബോധ്യം ഉണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തൗബ ചെയ്തൊരു മനുഷ്യൻ മടങ്ങിയാൽ അല്ലേ, തൗബ വിശുദ്ധ റമളാൻ തൗബയുടെ മാസമായി സ്വീകരിക്കാൻ കഴിയണം. തൗബ ചെയ്താലുള്ള ഗുണം എന്താ? മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ. ഒരാൾ തൗബ ചെയ്ത് സൽക്കർമ്മങ്ങളുമായി ജീവിച്ചാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അയാളുടെ തിന്മകളെ മുഴുവനും നന്മകളായി അള്ളാഹു മാറ്റിമറിക്കുമെന്ന് ഖുർആനാ പറയുന്നത്. ഖുർആൻ പറയാണ്, തൗബ ചെയ്ത് വർഷങ്ങളോളം തെറ്റിൽ ജീവിച്ച ആളാണ്. തൗബ ചെയ്ത് ഇനി സൽക്കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അയാൾ നേരത്തെ ചെയ്ത സയ്യിആത്തിനെ നന്മകളായിട്ട് അള്ളാഹു കണക്കാക്കും. വിശുദ്ധ ഖുർആൻ. അള്ളാഹുവെ സ്വീകരിക്കണ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ തിന്മകൾ നന്മകളാക്കി നീ മാറ്റണമല്ലോ. മനസ്സുകൊണ്ട് തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തൗബയുടെ അടയാളം എന്താണെന്ന് വെച്ച് തൗബ ചെയ്ത് ഒരു മനുഷ്യൻ നന്നായാലുള്ള അടയാളം എന്താണ്? നന്നായാലുള്ള അടയാളം അയാൾ ചെയ്ത തെറ്റുകളുടെ നേരെ എതിർ പ്രവർത്തനങ്ങൾ ചെയ്യും. പിശുക്കനായ ആളായിരുന്നുവെങ്കിൽ തൗബക്ക് ശേഷം അയാൾ ദാനശീലനായിരിക്കും. അക്രമിയായ ആളായിരുന്നുവെങ്കിൽ അയാൾ തൗബക്ക് ശേഷം അക്രമങ്ങളൊക്കെ മാറ്റി വിട്ടുവീഴ്ചയുടെ സഹനത്തിന്റെ ശീലമുള്ളവനായിരിക്കും. തൗബ ചെയ്ത് മടങ്ങി വന്ന ആളുകളെ പരിഹസിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ഒരുപാട് ആളുകൾ പല കാലത്തും തിന്മ ചെയ്ത് പിന്നെ പതുക്കെ നന്നായി വന്നിട്ടുണ്ടാകും. നന്നായി വന്നിട്ട് പിന്നെ ഒരു പള്ളിക്ക് ജമാഅത്തിനൊക്കെ വന്നാൽ ഇങ്ങനെ അപ്പുറത്തുനിന്ന് പറയും, ഓനൊക്കെ ഇപ്പം എന്നെ നന്നായത്? ആരാ? നമ്മളാണോ തീരുമാനിക്കുക ഒരാൾ നന്നായത്? മനുഷ്യന്മാർ പുറത്തു കൊടുക്കൂലല്ലോ, മനുഷ്യന്മാർ മറക്കൂല. ഒരാളെ എന്നോ ഒരു കാലത്ത്, ഒരു 10-20 വയസ്സുള്ള ബോധം വെക്കാത്ത കാലത്ത് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത് ആ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ പോലീസ് ഒരു മാസം ജയിലിലിട്ടാൽ പിന്നെ ഓൻ്റെ പേര് കള്ളൻ ഫുലാൻ എന്നായിരിക്കും. മരിക്കോളം ഓൻക്ക് മാത്രമല്ല ഓൻ്റെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ ആ പേരാ കൊടുക്കുക. അത് കള്ളൻ ഫുലാൻ്റെ കുട്ടികളാണെന്നാ പറയാ. അള്ള പുറത്തു കൊടുത്താലും മനുഷ്യന്മാർ പുറത്തു കൊടുക്കൂല. തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളെ, തൗബയുടെ അടയാളങ്ങൾ ജീവിതത്തിൽ കണ്ട ആളുകളെ പരിഹസിക്കാൻ പാടില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്, ഏതൊരു മനുഷ്യനെ കണ്ടാലും എൻ്റെ ഖൽബിൽ തോന്നേണ്ടത് ഞാൻ അവനേക്കാൾ നല്ലവനാണ് എന്നല്ല. അല്ലാഹുവേ, ഓൻക്ക് തൗബ ചെയ്യാനുള്ള അവസരം കൊടുത്തല്ലോ റബ്ബേ, എനിക്ക് നീ ജന്ന തൗബ ചെയ്യാൻ അവസരം നൽകുക എന്നാണ് ആലോചിക്കേണ്ടത്. തൗബയെക്കുറിച്ച് ബോധമുള്ള, തൗബ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആൾക്ക് ഒരിക്കലും മറ്റവനെ പരിഹസിക്കാൻ കഴിയില്ല. നേരം ഉണ്ടാവില്ല, അതിനാലോചിക്കാൻ നേരം ഉണ്ടാവില്ല അല്ലേ? വലിയ ടെൻഷനായിട്ട് നടക്കുന്ന ആളുകൾക്ക് നാട്ടിലെ ആഘോഷങ്ങളിലോ ആസ്വാദനങ്ങളിലോ പങ്കെടുക്കാൻ കഴിയില്ല. ഓന് ടെൻഷൻ വേറെയാണ്. നമുക്ക് ഹമ്മായി മാറണം. തിന്മകൾ നമ്മുടെ ഹമ്മാവണം,
തിന്മകൾ, നമ്മൾ ചെയ്ത പാപങ്ങൾ, നമ്മൾ ചെയ്ത തെറ്റുകൾ, കുറ്റങ്ങൾ, അള്ളാഹുവിനോട് കാണിച്ച ധിക്കാരങ്ങൾ നമ്മുടെ ഹമ്മും ഹൊമ്മുമായി മാറണം. എങ്കിലേ ദ്വാരക്കുമ്പോൾ ഒരു തുള്ളി കണ്ണീര് പൊടിയുള്ളൂ. അവനാ ചെയ്തതിനെ കുറിച്ച് ഓർമ്മ ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ബാക്കിയെല്ലാം അധര വ്യായാമങ്ങൾ, ചുണ്ടുകൊണ്ടുള്ള വ്യായാമങ്ങൾ മാത്രമായിട്ട് മാറും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ആവണം. ആവതുള്ള കാലത്തായിരിക്കണം, ആയുസ്സുള്ള കാലത്തായിരിക്കണം. വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആതി ഹത്താ ഇദാ ഹളറ അഹദുഹുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ. തൗബ എന്ന് പറയുന്നത് റൂഹ് തൊണ്ടക്കുഴയിൽ എത്തുന്ന നേരത്തെ പറയേണ്ട കാര്യമല്ല, മരിക്കുന്ന മുമ്പ് ചെയ്യേണ്ടതാണ്. ആ സമയത്ത് സ്വീകരിക്കപ്പെടുകയുമില്ല. അള്ളാഹു മരിക്കുന്നതിന്റെ മുമ്പ് തൗബയുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു എത്ര വാതിലുകളാണ് നമുക്ക് മുമ്പിൽ തുറന്നു നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അശദ്ദു ഫർഹൻ ബിതൗബത്തി അഹദികും. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ചെയ്തു പോയി എന്ന തെറ്റിന്റെ പേരിൽ, വേദനയുടെ പേരിൽ, കുറ്റബോധത്തിന്റെ പേരിൽ നമ്മൾ അല്ലാഹുവിനോട് കാണിക്കുന്ന വിധേയത്വം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, വലിയ സന്തോഷമാണ്. അഫ്റഹു ബികും. നബി തങ്ങൾ പറഞ്ഞ വാക്ക് അങ്ങനെയാണ്, അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, ഒരു അറാബിയായ മനുഷ്യന്, ഒരു ഒട്ടകത്തെ, തന്റെ യാത്രാ വാഹനമായ ഒട്ടകത്തെ ഇങ്ങനെ കെട്ടിയിട്ട് ഉറങ്ങിപ്പോയി. അദ്ദേഹം ഉറക്കത്തിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ ഒട്ടകം കാണാനില്ല. അയാൾ ബഹളം വെക്കാൻ തുടങ്ങി. അറാബികളായ കാട്ടറബികളായ മനുഷ്യന്മാരാണ്, അവർക്ക് ആകെയുള്ള സമ്പാദ്യം അവരുടെ വാഹനമാണ്. ബഹളം വെക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, ഉറക്കെ കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞിട്ട് അവസാനം അയാൾ വീണ്ടും വാങ്ങിപ്പോയി. രണ്ടാമതും ഉറക്കത്തിൽ നിന്ന് അയാൾ എണീറ്റതിന് ശേഷം നോക്കുമ്പോഴുണ്ട് അയാളുടെ ഒട്ടകം അയാളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എവിടെക്കോ പോയി വന്നിക്കണ്. ഒട്ടകം അയാളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഈ ഒട്ടകത്തെ കണ്ടപാടെ സന്തോഷം കൊണ്ട് അയാൾക്ക് സ്ഥിരത പോലും നഷ്ടപ്പെട്ടു പോയി. വാക്കുകൾ മുറിഞ്ഞുപോയി. കുഫറിന്റെ വാക്ക് പോലെ അയാൾ പറഞ്ഞു. ഒട്ടകത്തെ കണ്ട സന്തോഷത്തിൽ അള്ളാഹുവിനോട് അയാൾ നന്ദി പറഞ്ഞതാണ്. യാ റബ്ബി അന റബ്ബുക വ അൻത അബ്ദി. പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? പടച്ചോനെ, ഞാൻ എന്റെ റബ്ബാണ്, ഇജ്ജിന്റെ അടിമയാണെന്നാ പറഞ്ഞു നോക്കുമ്പോ ഇത് കിട്ടിയ സന്തോഷത്തില്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലല്ലാഹി അഫ്റഹു ബിതൗബതി അബ്ദിഹി മിൻ ഹാദൽ ബദവി ബിനാഖതിഹി. ഈ മനുഷ്യനുണ്ടായ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിനേക്കാൾ എത്രയോ 10 മടങ്ങ് സന്തോഷമാണ് നമ്മൾ ഒരാൾ ഇസ്തിഗ്ഫാർ കൊണ്ട് റബ്ബിലേക്ക് സമീപിക്കുമ്പോൾ അല്ലാഹുണ്ടാകുന്നത്. അള്ളാഹിന്റെ പ്രതിനിധിയായി, അടിമയായി ഭൂമിയിലേക്ക് നിയോഗിച്ച മനുഷ്യന് അള്ളാഹുവിനോട് ധിക്കാരം ചെയ്ത് ഇങ്ങോട്ട് മടങ്ങി വരുന്ന സമയമാണ്. അള്ളാഹ്ക്ക് വലിയ പൊലിവാണ്, വലിയ ഫർഹാണ്, സന്തോഷമാണ്. ആ സന്തോഷത്തിന്റെ ഒരു ചെറിയ നൂറ് ഒരു തന്റെ കൽബിൽ കിട്ടിയാൽ ഓൻ പിന്നെ കേടുവരില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽ എത്ര വലിയ പരാക്രമികളാണ് ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി ജീവിതത്തിൽ അവർ ശാന്തത കൈവരിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താരിഖ് അറിയാം. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, അല്ലേ, എത്ര ആളുകളാണ് ആ നൂറ് ഒരു സെക്കൻഡ് കൊണ്ട് കൽബിലേക്ക് കിട്ടിയാൽ മതി. ഒരു കൽബിലേക്ക് ഒരു സെക്കൻഡ് സമയം കൊണ്ട് ആ നൂറ് കിട്ടിയാൽ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വഇസ്സതി വജലാലി, അള്ളാഹുവിന്റെ പ്രതാപം തന്നെയാണ് സത്യം. ഇൻ അതാനി അബ്ദി ലൈലൻ ഖബിൽതുഹു. ഒരു അടിമ എൻ്റെ അരികിലേക്ക് രാത്രിയാണ് വരുന്നതെങ്കിൽ ഞാൻ അവനെ സ്വീകരിക്കും. അവൻ പകലാണ് വന്നതെങ്കിലും അവനെ ഞാൻ സ്വീകരിക്കും. വഇൻ തഖറബ മിന്നി ശിബ്റൻ തഖറബ്തു മിൻഹു ദിറാഅ. ഒരു ചാൺ ഇങ്ങോട്ട് എടുത്താൽ ഒരു മുഴ ഞാൻ അങ്ങോട്ട് എടുക്കും. ഒരു മുഴം അവൻ ഇങ്ങോട്ട് എടുത്താൽ അതിനേറെ ഞാൻ അവനിലേക്ക് അങ്ങോട്ടും അടുക്കും. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും. എന്തെങ്കിലും ഒരു കാര്യം അവൻ എന്നോട് ആവശ്യപ്പെട്ടാൽ അവന് ഞാനത് ചെയ്തു കൊടുക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ വാക്യം പറയുകയാണ്. അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസാണ്, വഇൻ താബ ഇലയ്യ ഖബിൽതുഹു.
അവൻ എന്നോട് എപ്പോ തൗബ ചെയ്താലും ഞാൻ അത് സ്വീകരിക്കും. വഇൻ അഖ്ബല അലയ്യ തലഖൈതുഹു മിൻ ബഈദ്, അവൻ വിദൂരതയിൽ നിന്നാണ് എനിക്ക് തൗബ നൽകിയതെങ്കിൽ ഞാൻ അവനിലേക്ക് അടുത്തുകൊണ്ട് അതിനെ സ്വീകരിക്കും. അവൻ എന്നിൽ നിന്ന് അകന്നകന്നു പോയിക്കൊണ്ടിരുന്നാൽ നാദൈതുഹു മിൻ ഖരീബ്, അവന്റെ അടുത്ത് പോയിട്ട് ഞാൻ അവനെ വിളിക്കും. അല്ലാഹു പറയുകയാണ്, വമൻ തറക്കലി അജലി, എനിക്ക് വേണ്ടി അവൻ എന്തെങ്കിലും ഒന്ന് ദുനിയാവിൽ ഉപേക്ഷിച്ചാൽ അഅ്തൈതുഹു ഫൗഖൽ മസീദ്, അവൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവന് ഞാൻ നൽകും. എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് അവൻ ഉപേക്ഷിച്ചാൽ, ആഗ്രഹിക്കുന്നതിനേക്കാൾ അഅ്തൈതുഹു ഫൗഖൽ മസീദ്, എനിക്ക് വേണ്ടി പലിശ വേണ്ട എന്ന് വെച്ചാൽ, അള്ളാഹ്ക്ക് വേണ്ടി ഹറാമിന്റെ ഫിൽസ് വേണ്ട എന്ന് വെച്ചാൽ അഅ്തൈതുഹു ഫൗഖൽ മസീദ്, അളവിനേക്കാൾ കൂടുതൽ അവന് ഞാൻ കൊടുക്കും. അങ്ങനെയാണ്, അളവിനേക്കാൾ കൂടുതൽ കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വയറിൽ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഖന്തക്കിന്റെ കിടങ്ങ് കയറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ദാനമായിട്ട് സമ്പത്ത് കൊടുക്കാത്തത് കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉഹദ് പർവ്വതം വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സ്വർണമായിട്ട് വരട്ടെ നബിയേ? വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി. ഉഹദ് പർവ്വതം പോലും മക്കയിലെ മാമലകൾ വന്നിട്ട് ഞാൻ സ്വർണമായിട്ട് വരട്ടെ എന്ന് നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. 12 കിലോമീറ്റർ നീളമുണ്ട് ഉഹദ് മല, എത്ര ഉയരമുണ്ട് ഉഹദ് മല. ആ പർവ്വതമാണ് ഞാൻ സ്വർണമായിട്ട് വരാമെന്ന് പറഞ്ഞത്. അത്രയും കൊടുത്തിട്ടുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്ത് അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ദുനിയാവിനെ ഉപേക്ഷിച്ചാൽ അള്ളാഹു ധാരാളമായി കൂടുതൽ എനിക്ക് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസാണ്, വമൻ ഇസ്തആന ബിഹൗലി വഖുവതി അലൻതു ലഹുൽ ഹദീദ്. അവന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പരിഭവങ്ങളുണ്ട്. അവൻ എനിക്ക് വിട്ടു തന്നാൽ ബിഹൗലി വഖുവതി, അല്ലാഹുവിന്റെ തീരുമാനം കൊണ്ടല്ലാതെ, അല്ലാഹുവിന്റെ കരുത്ത് കൊണ്ടല്ലാതെ, അല്ലാഹുവിന്റെ ഖുവത്ത് കൊണ്ടല്ലാതെ ഒന്നും കഴിയില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചാൽ അലൻതു ലഹുൽ ഹദീദ്, ഇരുമ്പ് പോലും അവനക്ക് ഞാൻ മാർദ്ദവമാക്കി കൊടുക്കും. ആരാ പറയുന്നത്? അല്ലാഹുവാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് തീയിനെ അല്ലാഹു തണുപ്പാക്കി കൊടുത്തത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ സുഖവാസം ഒരുക്കി കൊടുത്തത് അലൻതു ലഹുൽ ഹദീദ്. അല്ലാഹു ഇരുമ്പിനെ പോലും അല്ലാഹു മാർദ്ദവമാക്കി തരും അല്ലാഹ്ക്ക് വേണ്ടി കൊടുത്താൽ. എന്നിട്ട് അല്ലാഹു തന്നെ പറയുന്നു, വമൻ അറാദ മുറാദി അറത്തുഹു മാ യുരീദ്. ഏതെങ്കിലും ഒരു അടിമ എന്റെ ഉദ്ദേശവും എന്റെ താല്പര്യവും മാത്രം അവന് മതി എന്ന് പറഞ്ഞാൽ, എന്റെ ഉദ്ദേശവും അള്ളാഹിന്റെ ഉദ്ദേശം എനിക്ക് മതി, എന്റെ താല്പര്യങ്ങൾ എനിക്ക് വേണ്ട, അള്ളാഹു എന്താണോ കണക്കാക്കിയത് അത് എനിക്ക് മതി എന്ന് പറഞ്ഞാൽ അറത്തുഹു മാ യുരീദ്, അവൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ ഞാൻ അവന് നടപ്പാക്കി കൊടുക്കും. ആദ്യം അള്ളാഹു ആഗ്രഹിച്ചത് എനിക്ക് മതി എന്ന ഇഖ്നാ ഉണ്ടെങ്കിൽ, ഖനാഅത്ത് ഉണ്ടെങ്കിൽ, സംതൃപ്തി ഉണ്ടെങ്കിൽ, ഉള്ളതിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ അല്ലാഹു തആല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതിന് അള്ളാഹു ഇങ്ങോട്ട് നടപ്പാക്കി തരും. ബുദ്ധിയുള്ള മനുഷ്യർ ഇതല്ലേ സ്വീകരിക്കേണ്ടത്? ബുദ്ധിയുള്ള മനുഷ്യർ ഈ ടെക്നോളജിയല്ലേ സ്വീകരിക്കേണ്ടത്? ഞാൻ അള്ളാഹിന്റെ മുറാദ് എനിക്ക് മതി എന്ന് പറഞ്ഞാൽ എന്റെ മുറാദുകൾ അള്ളാഹു ഏറ്റെടുത്ത് നടപ്പിലാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞിട്ട് ധാരാളമായിട്ട് പറയുന്നുണ്ട്, ഇൻ താബൂ ഫഅന ഹബീബുഹും, അവർ എന്നോട് തൗബ ചെയ്താൽ ഞാൻ അവന്റെ ഹബീബാണ്, കൂട്ടുകാരനാണ്. വ ഇല്ലം യതൂബൂ ഫഅന തബീബുഹും, അവർ എനിക്ക് തൗബ ചെയ്തു തന്നിട്ടില്ലെങ്കിൽ, എന്നിലേക്ക് മടങ്ങിയിട്ടില്ലെങ്കിൽ ഫഅന തബീബുഹും, ഞാൻ അവരുടെ ഡോക്ടറാണ്, ചികിത്സക്കാരനാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. അന തബീബുഹും, തൗബ ചെയ്യാത്ത ആളുകൾക്ക് തൗബയെ കുറിച്ചുള്ള മരുന്നുകൾ, ചികിത്സകൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കും. അത് പക്ഷേ പരീക്ഷണങ്ങളിലൂടെ ആയിരിക്കും, മറ്റു മാർഗങ്ങളിലൂടെ ആയിരിക്കും. അബ്തലീഹിം ബിൽ മസ്വാഇബ്, അവർക്ക് ഞാൻ മുസീബത്തുകൾ കൊടുക്കുന്നത് ലിഉതഹിറഹും മിനദ്ദുനൂബി വൽ മആയിബ്, അവരെ തിന്മകളിൽ നിന്നും ശുദ്ധീകരിക്കാനാണ്. ഈ ഹദീസ് ഖൽബിൽ ഉൾക്കൊണ്ട മനുഷ്യർക്ക് പിന്നെ ഭൂമിയിൽ എവിടെയാണ് നിരാശയുണ്ടാവുക? പിന്നെ വിഷമമുണ്ടാവൂല. ബുദ്ധിയുള്ള മുഅ്മിനീങ്ങളായ അടിമകൾ ഇതിനെയാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചിരുന്ന സാത്വികരായ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാര്
അല്ലേ? മഹാനായ ശൈഖുൽ മർഹൂം മത്തിപ്പറ്റ ഉസ്താദ് നവറല്ലാഹു മർഖദ നമ്മൾ കണ്ടതല്ലേ? വലിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വലിയ ശമ്പളം സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായിരുന്ന സമയത്ത് ശമ്പളം വാങ്ങി ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് അതൊക്കെ ആൾക്കാർക്ക് കൊടുത്ത് തീർന്നിട്ടുണ്ടാവും. ആ മനുഷ്യർക്ക് അള്ളാഹു കൊടുത്തത് എന്താണ്? നിങ്ങൾ കാണുന്നില്ല, ഫത്ഹുൽ ഫത്താഹ എന്ന് പറയുന്ന ഒരു ഇൽമിന്റെ ഗോപുരം അള്ളാഹു കൊടുത്തു. കൈകൊണ്ട് പണം ഇങ്ങനെ മടക്കി പിടിക്കാൻ പോലും ഉസ്താദ് അവർക്ക് പേടിയാണ്. ഈ ഹദീസൊക്കെ വായിക്കുമ്പോൾ ഉസ്താദിന്റെ ജീവിതം നമുക്കിങ്ങനെ ഓർമ്മ വരും. ഒരു ദിക്റ് ചൊല്ലുമ്പോഴേക്ക് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന ഖൽബ്. അള്ളാഹുവേ, ആ മഹാന്മാരുടെ സുലൂക്കിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഈ ഹദീസിന്റെ അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി ചെയ്താൽ, അള്ളാഹുവിനോട് ശുക്ർ ചെയ്താൽ, അവനോട് പാപമോചനം നടത്തിയാൽ, അള്ളാഹു പറയാണ്, വഹിൽമി സബഖ മുആഖദതി, ഞാൻ ശിക്ഷിക്കുന്നതിന് മുമ്പ് ധാരാളമായി സഹനം ചെയ്യും. അടിമകൾ കാണിക്കുന്ന ധിക്കാരങ്ങൾ, പാപങ്ങൾ, പാതകങ്ങൾക്കൊക്കെ ഞാൻ ഹിൽമുണ്ടാകും, സഹനമുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ശിക്ഷിക്കുകയുള്ളൂ. ധാരാളമായി മഗ്ഫിറത്ത് നൽകിയിട്ടേ പിന്നെ അല്ലാഹു തആലാന്റെ ഇഖാബ് ഉണ്ടാവുള്ളൂ. ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. നിങ്ങളുടെ തൗബ ഇങ്ങനെ അള്ളാഹു കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ തൗബയുടെ മാസമായി ഇതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഓരോരുത്തരും വൈയക്തികമായി ചെയ്യേണ്ട ബാധ്യതയാണ്. അള്ളാഹു ഒരാളെയും ഹായിബാക്കാതിരിക്കട്ടെ. വർഷങ്ങളോളം കൊല്ലങ്ങളോളം തെറ്റ് ചെയ്ത മനുഷ്യന്മാർക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. എത്രയോ കഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഖൽബിൽ തൗബയുടെ കുറ്റബോധം നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ അല്ലാഹു തൗബ സ്വീകരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ റമദാനിൽ തൗബ സ്വീകരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.